മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർ ഇവിടെ 50 ദിവസത്തോളം ഈ ഓപ്പറേഷൻ മുടക്കിയിട്ടു, ഈ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടു എന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നത്. എനിക്കറിയില്ല അവർ എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം എങ്ങനെ മുടക്കിയിട്ടു, നിങ്ങൾ ഇവിടെ വരുന്ന കേസുകൾ 200 കേസുകൾ വെയിറ്റിംഗ് ആണ്. മിക്കതും ഇപ്പോൾ ഒരു ദിവസം OP ഉള്ളത് ഒരാഴ്ച, അതിൽ 15ഓളം പുതിയ കേസ് വരുന്നുണ്ട്. അതിൽ ഒരു കേസൊക്കെയാണ് ഹാർട്ട് ഓപ്പറേഷൻ ഇല്ലാത്ത ഓപ്പറേഷൻ, ബാക്കിയെല്ലാം ഹാർട്ട് ഓപ്പറേഷനാണ്. ഡേറ്റ് കൊടുത്തിരിക്കുന്ന ഹാർട്ട് ഓപ്പറേഷനാണ്. അപ്പോൾ ഹാർട്ട് ഓപ്പറേഷൻ നിർത്തിവെച്ചാൽ പിന്നെ ആ ഡേറ്റുള്ള പേഷ്യൻ്റ് ഹാർട്ട് ഓപ്പറേഷന് വരാൻ പറ്റുമോ? എങ്ങനെയാണ് ഒരു ഹാർട്ട് ഓപ്പറേഷൻ തന്നെ റിസ്ക്കുള്ള ഓപ്പറേഷനാണ്. ഒരേ പേഷ്യൻ്റ് നമ്മൾ കയറ്റുമ്പോൾ നമ്മൾ പറയും, എന്താ പറയുക, നമ്മളെ കയ്യിലല്ല എല്ലാം ഇരിക്കുന്നത്. ഈ ഹാർട്ട് ഓപ്പറേഷനിൽ കുറേ കാര്യങ്ങളുണ്ട്. ആഴത്തിലുള്ള അനസ്തീസിയാണ്. ഇവിടെ അനസ്തീസിയ കൊടുക്കുന്നത് സങ്കടകരമായ കാര്യമാണ്. ഒരു ജനറൽ അനസ്തറ്റിസ്റ്റാണ് കൊടുക്കുക, ഒന്നല്ല 2-3 ആൾക്കാർ മാറിയിട്ടാണ് കൊടുക്കുക. ഇത് വേറെ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയല്ല. അവർക്ക് കാർഡിയക് അനസ്തറ്റിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അനസ്തറ്റിസ്റ്റ് ഉണ്ട്. ഇവിടെ ജനറൽ അനസ്തറ്റിസ്റ്റുകാരാ ആ കൊടുക്കുന്നതും അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. കാരണം അങ്ങനെ താഴ്ത്തി കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മെഡിക്കൽ കോളേജിൽ വീഴ്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഈ പ്രശ്നം തുടങ്ങുന്നത് ഞാൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇവിടെ ഷീല മാഡം ആയിരുന്നു പ്രിൻസിപ്പൽ. ഞാൻ പറഞ്ഞു, മാഡം എല്ലാ പേഷ്യൻസും കരഞ്ഞു വരുന്നുണ്ട് OP-യിൽ. ഞാൻ എല്ലാ ദിവസവും 2 ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ്. അത് നിങ്ങൾക്ക് ഇവരെ സർട്ടിഫിക്കറ്റ് വേണ്ട, നിങ്ങൾക്ക് RTI വിട്ടാൽ മതി, നിങ്ങൾക്ക് പരിഹാരത്തുള്ള ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് എന്താ പറയുക കോഴിക്കോടുള്ള ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ അവിടുത്തെ RTI ഇൻഫർമേഷൻ വഴി എടുത്താൽ മതി ഞാൻ എത്ര ഓപ്പറേഷൻ ചെയ്തിരുന്നു എന്നുള്ളത്, അപ്പോൾ എങ്ങനത്തെ ഓപ്പറേഷൻ ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ ഷീല മാഡത്തോട് പറഞ്ഞു, മാഡം ഇവിടെ എല്ലാ പേഷ്യൻസും കരഞ്ഞു വരാണ്. കാരണം 200 പേഷ്യൻസാണ് വെയിറ്റിംഗ്. ഈ 200 പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ICU അടച്ചിടുക? ഒരു 5 കോടി ICU വെറുതെ കിടക്കാണ്. 5 വർഷമായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത് 2017, ചലിച്ച് തുടങ്ങിയത് 2019. ഈ മാഡം പറയുന്നുണ്ട് ഒരാളെ കൊണ്ടുവന്നു എന്നുവെച്ചാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയ ആൾ കൊണ്ടുവന്നു എന്ന് പറയുന്നത്. ഒരാളെ കുറവ് കാണിക്കില്ല, പക്ഷേ ജനങ്ങൾ അറിയണം. ഇവിടെ ഒരു വർഷം 2019 ഇത് ചലിച്ച് തുടങ്ങിയപ്പോൾ ഒരു വർഷം 4 ഹാർട്ട് ഓപ്പറേഷൻ നടന്നത്. ഇവിടെ മിക്കത് പേഷ്യൻസും വരുന്നത് ഹാർട്ട് ഓപ്പറേഷനാണ്, അല്ലാതെ ചെറിയ കാലിൻ്റെ ബൈപ്പാസോ ചെറിയ പഴുപ്പെടുക്കാനോ അല്ല. ഈ ഹാർട്ട് ഓപ്പറേഷനാണ് ബുദ്ധിമുട്ടുള്ളത്. ഇവിടെ 6 വെന്റിലേറ്റർ വെറുതെ കിടക്കാണ്. അപ്പോൾ ഞാൻ ഷീല മാഡത്ത് പറയും, മാഡം ഇവിടെ 24 കേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 24 കേസ് ചെയ്യാനുള്ള സൗകര്യം ഈ മെഡിക്കൽ കോളേജിലുണ്ട്. അത് വെറും ഒരു ICU വേസ്റ്റായിട്ടിരിക്കുക, ഒന്നും ഉപയോഗിക്കാതെ, ആ വെന്റിലേറ്റേഴ്സ് ഉപയോഗിക്കാതെ 7 വർഷമായിട്ട് വെന്റിലേറ്റർ ഉപയോഗിക്കാതെ അവിടെ കിടക്കുക. ഒരു 10 വർഷം ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം വില വരുന്ന ഒരു വെന്റിലേറ്ററിൻ്റെ ഒരു ടൈം പീരീഡ് ഒരു 10 ഇയേഴ്സാണ്. അതിൽ 7 ഇയേഴ്സ് കഴിഞ്ഞു പോയി. ഒരു 3 ഇയേഴ്സും കൂടി അതിൻ്റെ AMC. അത് ഞാൻ അതിന് ഗ്യാരണ്ടി ഇല്ല. ഇതെങ്ങനെയാണ് പബ്ലിക് മണി ഉപയോഗിച്ചിട്ട് വേസ്റ്റ് ചെയ്യുക? കേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ കേസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് എന്താ പറയുക, അതിൽ ഡോക്ടർ രവീന്ദ്രൻ ഉണ്ടാവും, ഞാൻ മീറ്റിംഗ് എല്ലാവരും കൂടി വിളിക്കും, അനസ്തറ്റിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവർ പറയും, ഇവിടെ ഡോക്ടർ ആശീഷ് ഉണ്ട്, അവർ കാർഡിയക് അനസ്തസിയോളജിസ്റ്റാണ്, ഫെലോഷിപ്പ് ചെയ്തൊരു ഡോക്ടറാണ് കാർഡിയക് അനസ്തസിയ. പക്ഷേ അവരെ സർവീസ് എല്ലാപ്പോഴും കിട്ടില്ല, അവർ വല്ലപ്പോഴും വന്ന് തരുള്ളൂ. അപ്പോൾ അവരെ ഫുൾ ടൈം നമുക്ക് തരാമോ? കാരണം അദ്ദേഹം ഇരിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയപ്പോൾ ഒരു അനസ്തസിയ പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റിൽ ഇരിക്കുകയാണ് അവർ. ഞാൻ വരുന്നതിന് മുമ്പ് അതായത് ഇപ്പോഴത്തെ ഈ സ്ഥലം മാറ്റം സമ്മർദ്ദം മൂലമാണ്. സ്ഥലം മാറ്റുന്നത് എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഒരു പെർഫ്യൂഷൻസിൻ്റെ ഇപ്പോൾ ഞാൻ ഈ നിങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന് കാർഡിയക് സർജൻസ് ഉണ്ട് വേൾഡ് വൈഡ്. ഇന്ന് AI-ൻ്റെ കാലമാണ്. നിങ്ങൾക്ക് ChatGPT ഉണ്ട്, പലതരം AI ടൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ നോക്കാം, ഒരു പേഷ്യൻ്റ് ഉണർന്നു വരുന്നില്ല, അവരെ പ്ലേറ്റ്ലെറ്റ്സ് കുറയാണ്, ബൈപ്പാസ് മെഷീൻ ഓടിച്ചുകൊണ്ട്. ഇതിലെ ഫസ്റ്റ് ഡയഗ്നോസിസ് എന്താ എന്ന് നിങ്ങൾ AI-നോട് ചോദിക്കൂ. ആരെയും പറ്റിക്കാൻ പോകുന്നത്? അതിൽ 2 പേഷ്യൻസ് എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ. കാരണം എനിക്ക് 15 വർഷമായിട്ട് ഞാൻ കാണുന്നില്ല. 6ാമത്തെ ദിവസം പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞ് നിൽക്കുകയാണ്, 50,000 പ്ലേറ്റ്ലെറ്റ്സ് നിൽക്കാൻ. പേഷ്യൻ്റ് ലേറ്റായിട്ട് എഴുന്നേറ്റ് വരാണ്. പക്ഷേ നോർമലായ പേഷ്യൻ്റ് പെട്ടെന്ന് ഒരു ദിവസം 6ാമത്തെ ദിവസം, എൻ്റെ ഈ 15 വർഷം ഞാൻ കാർഡിയക് സർജറിയിൽ ഞാൻ ആദ്യമായിട്ട് കാണാൻ, എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവമെന്ന്. ഞാൻ ആ പൈസനോട് പറഞ്ഞു,
എനിക്ക് ഇഷ്ടം പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ അവരൊരു പാവം അപ്പച്ചനായിരുന്നു. അവർ പറഞ്ഞു, സാറേ എനിക്ക് എൻ്റെ ഭാര്യനെ തിരിച്ച് കിട്ടില്ലല്ലോ, അപ്പോൾ അത് ചെയ്തുകൊണ്ട് വലിയ കാര്യമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞ്, ഭാര്യ തിരിച്ചു കിട്ടില്ല, പക്ഷേ എനിക്ക് സാധാരണഗതിയിൽ എല്ലാ മെഡിക്കൽ കോളേജിലും പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇതിൻ്റെ കാരണം എന്താ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ വില്ലിങ് ആയിരുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഡെഡ് ബോഡീസ്, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട അത് കണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ബോഡി മ്യൂട്ടിലേറ്റ് ഒന്നും ഇഷ്ടമില്ല. അയാളെ ചോദ്യം പ്രസക്തമാണ്. ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് തിരിച്ചു കിട്ടില്ലല്ലോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് അടുത്ത കേസ് എഴുന്നേറ്റ് വന്നില്ല. ഇത് രണ്ടിലും ഹാർട്ട് സ്കാൻ ചെയ്യുമ്പോൾ നോർമലാണ്. എൻ്റെ ജോലി ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാനാണ്. തലച്ചോറിലേക്ക് അധികം എഴുന്നേറ്റ് വരാതെ 2ാമത്തെ 3ാമത്തെ ദിവസം മരണപ്പെട്ടു. എഴുന്നേറ്റ് വന്നില്ല പേഷ്യൻ്റ്. അതിലും പ്ലേറ്റ്ലെറ്റ്സ് കുറയാണ്. അപ്പോൾ ഒരു കാർഡിയക് സർജൻ രീതിയിൽ ഇത് കേൾക്കുന്ന കാർഡിയക് സർജൻസിനോട് ചോദിക്കുകയാണ്, ഞാൻ ഈ കുട്ടികൾ ഇവിടെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ജനുവരി മുതൽ മെയ് വരെ 30 ഓപ്പൺ ഹാർട്ട് സർജറീസ് ചെയ്തിട്ടുണ്ട്. 30 എണ്ണം. ഈ 30 എണ്ണം ചെയ്തത് ഞാനല്ലേ? അത് ഓപ്പൺ ഹാർട്ട് സർജറീസാണ്. അതിലില്ലാത്ത പ്രശ്നം ആക്ച്വലി എൻ്റെ ഹോം സ്റ്റേഷനാണ്. എൻ്റെ അമ്മ അവിടെ കാറ്ററാക്ട് സർജറി 80 ഇയേഴ്സ് ഉണ്ട് നിൽക്കുന്നത്, നിങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ വന്നാണ്. ഹോം സ്റ്റേഷനാണ്, റെഗുലർ ട്രാൻസ്ഫറിൽ വന്നാണ്. റെഗുലർ ട്രാൻസ്ഫറിൽ എൻ്റെ ഹോം സ്റ്റേഷൻ വന്ന ഒരാൾക്ക് 3 ഇയേഴ്സ് വരെ ഐ എം എൻടൈറ്റിൽഡ് ടു സ്റ്റേ ഹിയർ. അപ്പോൾ ഒരു ഫെസിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതിൻ്റെ തെറ്റുകൾ എത്രയോ പ്രാവശ്യം കാണിച്ചു കൊടുത്തു. ഞാൻ കളക്ടറിനെ കണ്ടു. കാരണം ഇവിടെ ഒന്നും നടക്കുന്നില്ല കണ്ട് ഞാൻ കളക്ടർ പോയി കണ്ടു. കളക്ടറോട് പറഞ്ഞു, സാറേ എനിക്ക് കേസ് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ നിർബന്ധിക്കരുത്. കാരണം ആ കുട്ടിക്ക് നോളജ് ഇല്ല, സ്കില്ലില്ല, ആറ്റിറ്റ്യൂഡില്ല, എങ്ങനെയാണ് ഞാൻ കൊടുക്കുക? അപ്പോൾ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. എനിക്ക് അവസാനം കണ്ടപ്പോൾ ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞു, എനിക്ക് സന്തോഷമായി നമ്മളെ പാണ്ഡ്യൻ സാറിനെ കണ്ടപ്പോൾ. കാരണം വളരെ എഫബിൾ, വളരെ നല്ല മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻറ്റേഷനിൽ ഒരു പൊളിറ്റിക്കൽ പ്രഷർ കണ്ടു. നിങ്ങൾക്ക് ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഒരേ പ്രാവശ്യം ഞാൻ ഇവിടെ പ്രിൻസിപ്പളിനെ കാണുമ്പോൾ ഈ പ്രശ്നം പറഞ്ഞിട്ട്, ഈ പെർഫ്യൂഷൻസ് ഇഷ്യൂ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സൂപ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ ആദ്യം അവർ പ്രൊആക്റ്റീവാണ്. പ്രിൻസിപ്പൾ പറയും, അഷ്റഫെ ഞാൻ ഇതിന് സോൾവ് ആക്കി തരാം, പക്ഷേ പൊളിറ്റിക്കലാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണല്ലോ എന്നെനിക്കറിയാലോ എന്ന് പറയും. അല്ലെങ്കിൽ ഇത് സൂപ്രണ്ടിനോട് പറയും, ആദ്യം പറയും, ഒരു റിക്വസ്റ്റ് ഇട്ടതാ. അപ്പോൾ ഒരു റിക്വസ്റ്റ് എഴുതും, പിന്നെ റിക്വസ്റ്റ് ഇട്ടതാ, ആ റിക്വസ്റ്റ് കാണാനില്ല, അടുത്ത റിക്വസ്റ്റ് ഇട്ട് കൊടുക്കും. അവസാനം റിക്വസ്റ്റ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പറയുമ്പോൾ എന്താ പറയുക, ഈ പൊളിറ്റിക്കൽ അപ്പോയിൻറ്റി ടെമ്പററി പോസ്റ്റ് അത് ആ കുട്ടീനെ മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ PSC അപ്പോയിൻറ്റിനെ അവർക്ക് വേണമെങ്കിൽ മടുത്ത് വിട്ടു പോയിക്കോട്ടെ, PSC അപ്പോയിൻറ്റി പോയിക്കോട്ടെ, ACS അപ്പോയിൻറ്റിനെ ഏതായാലും മാറ്റാൻ പറ്റില്ല. ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാലോ എന്താണ് ഉദ്ദേശം എന്ന്. അതായത് അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഞങ്ങൾ ഈ പരിയാരത്ത് ഇതേപോലെ പെർഫ്യൂഷൻസ് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ ആ സമയത്ത് സാധാരണ പെർഫ്യൂഷൻ ഇതേപോലത്തെ ഒരു കാര്യങ്ങൾക്ക് ആ ബോർഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുണ്ടാവും, AO. ആ AO പറയും എന്താ റൂൾസ് എന്ന്. അപ്പോൾ പക്ഷേ എനിക്ക് ഈ റൂൾ അറിഞ്ഞിരുന്നില്ല. കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾക്ക് ലീഗലി ഈസ് നോട്ട് അലൗഡ് ടു പ്രാക്ടീസ്. എന്ന് വെച്ചാൽ ഒരു കേസ് പോയാൽ ഐ ആം ഫുള്ളി റെസ്പോൺസിബിൾ ഇഫ് ഐ ഹാവ് ഗിവൻ എ കേസ് ടു ദിസ്. ഇവർക്ക് ലീഗലി അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം കേരളത്തിൽ പുറത്ത് പഠിച്ച കുട്ടികൾ അവർക്ക് എക്സ്പോഷർ ഇല്ല, എക്സ്പീരിയൻസ് ഇല്ല, മിക്കവാറും 3 നില കെട്ടിടത്തിലായിരിക്കും പഠിക്കുന്നത്. അതുകൊണ്ടാണ് കേരള KPC പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് ലീഗലി അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പരിയാരത്ത് ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു കേരളയിൽ നമ്മളെ നാട്ടിൽ നമ്മളെ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് പഠിച്ചൊരു കുട്ടീനെയാണ് നമ്മൾ ചൂസ് ചെയ്തത് ഫസ്റ്റ് റാങ്ക് ആയിട്ട്. പക്ഷേ സെക്കൻഡ് റാങ്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷേ സെക്കൻഡ് റാങ്കിന് KPC ഇല്ല. അന്ന് AO പറഞ്ഞ് KPC ഉണ്ടെങ്കിലേ നമുക്ക് ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ KPC ഇല്ലാതെ KPC നമുക്ക് ഒരാളെടുക്കാം, ആൾ ഏബിൾ ആയിരിക്കണം. ഇത് ഇത്രയും ടീം വർക്ക് ഇല്ലാത്തൊരു കാൻഡിഡേറ്റ്, ഇത്രയും ഡ്രോബാക്സ് ഉള്ളൊരു കാൻഡിഡേറ്റിൽ അതിന് ഇൻസിസ്റ്റ് ചെയ്യുക, പെർസിസ്റ്റ് ചെയ്യുക, അതിന് ഒരു സൊല്യൂഷൻ, ഈസി സൊല്യൂഷൻ. ഇപ്പോൾ ഡോക്ടർ രാജേഷ് എസിൻ്റെ മീറ്റിങ്ങിൽ ഡോക്ടർ രാജേഷ് എസ് നമ്മളോട് പറഞ്ഞിരുന്നു, എൻ്റെ സിസ്റ്റർമാരോട് പറഞ്ഞിരുന്നു, വേറൊരു പെർഫ്യൂഷൻ എടുക്കാം,
അപ്പോൾ എന്നോട് ചോദിച്ചു എത്ര സാലറിക്ക് വേണം ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 30,000 എങ്കിലും കൊടുക്കണം, ഒരു സിസ്റ്ററിൻ്റെ HDS സാലറി എങ്കിലും കൊടുക്കണം. പക്ഷേ അത് ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അവർ വേറെ ഒരു പ്രൊഫഷൻ എടുത്താൽ അവർ പറയാ അത് അവരെ ഡിഫക്റ്റ് വെളിവാകും. എന്നുവെച്ചാൽ ഈ രണ്ടാൾക്കാരെ വെച്ച് നടക്കാത്തതുകൊണ്ടല്ലേ ഈ മൂന്നാമത്തെ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം വെളിവാകുന്ന. അപ്പോൾ ഞാൻ പ്രിൻസിപ്പളോട് പറഞ്ഞു, സാറേ ഇതിൽ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതന്നെ നടന്നു. ഇത് അൺഎക്സ്പെക്റ്റഡ് ഒന്നല്ല. പക്ഷേ ഇതിൽ ആരും ജയിക്കുന്നില്ല, ആരും തോക്കുന്നില്ല. ഇത് തോക്കുന്നത് പേഷ്യൻ്റ് മാത്രമാണ്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്ക് ഉണ്ടാവണം.